ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സന്തോഷം ആയ ഒരു സാധനമാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതെന്തെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിനോടെ എൻഗേജ്മെൻറ്റ് ഈ ജാനുവരി വരാറായി. സോ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു പർച്ചേസിങ്ങിനാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ഇറ്റ്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം അല്ലേ? രാവിലെ തന്നെ നമ്മളെല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇറങ്ങി. നമ്മളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് സ്വയംവര സിൽക്സ് ആയിരുന്നു. അവിടുത്തെ കളക്ഷൻസ് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ശരി ഫസ്റ്റ് അവിടെ വരാമെന്ന് തോന്നിയതാ. കയറി ഉടൻ നമ്മൾ പോയത് ഡിസൈനർ സാരി സെക്ഷനിലാണ്. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആൻഡ് റീസണബിളി പ്രൈസ്ഡ്. അവിടുത്തെ സ്റ്റാഫ്സൊക്കെ വളരെ സ്വീറ്റ് ആയിരുന്നു. ഒരു മടിയില്ലാതെ എല്ലാം സാരീസൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളർ പ്രിഫറൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ സാരീസ് മാറ്റി വെച്ചു ഉടുത്തു നോക്കാനായിട്ട്. വർഷ നന്ദുവായിട്ട് കോൾ ഉണ്ടായിരുന്നു. നന്ദുവാണ് നമ്മുടെ ചെറുക്കൻ. ചിലത് കളേഴ്സ് നല്ല പ്രീറ്റി ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉടുത്തപ്പോൾ ആ ഭംഗി പുറത്ത് വന്നിട്ടില്ല. ഈ സാരി നല്ല ഭംഗിയില്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ വർഷയ്ക്ക് കുറച്ചുകൂടി യുണീക്കായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് എല്ലാവരും ഇടുന്ന പോലെയല്ല ഉള്ളത്. അപ്പോൾ അവളുടെ എൻഗേജ്മെൻറ്റിന് ഡ്രസ്സിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അച്ഛനും വിക്കിയേട്ടനും കോളിലായിരുന്നു. ഇവൻ്റെ കുസൃതിയെക്കുറിച്ചൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഇവൻ നമ്മളുടെ വീഡിയോ എടുക്കാൻ തന്നെ വിട്ടിട്ടില്ല. ഞാൻ അവിടെ എല്ലാം ഡ്രസ്സും കണ്ണാടിയും പിന്നെ എല്ലാ സ്ഥലം ഇരുന്ന് അവൻ കളിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും അവളുടെ വീഡിയോസും എടുക്കുന്നുണ്ട്, പിന്നെ ഇവനെയും വന്ന് നോക്കണു. നല്ല കോമഡി ആയിരുന്നു. റെഡ് നമ്മൾ നോക്കി, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത്രയും ഗ്രാൻഡ് വേണ്ട, അവൾക്ക് സിമ്പിളായിട്ട് തന്നെ വേണമെന്നൊരു ആഗ്രഹം ഇരുന്നപ്പോൾ ഇത് നമ്മൾ വേണ്ട വെച്ചു. ഫൈനലി നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തത്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നെക്സ്റ്റ് എൻ്റെ സാരി സെലക്ഷനിലോട്ട് കിടന്നു ഞങ്ങൾ. എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി. എനിക്ക് നല്ല ചേരുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. നല്ല നമുക്ക് ബ്ലൂ തീമാക്കാം. അതല്ലേ ചേച്ചി നല്ലത്? അതല്ലേ നല്ലത്? ഞാൻ വേറൊന്നും വിചാരിച്ചിട്ട് നല്ലതാ. അല്ല, ബ്ലൂ ഷെയ്ഡ് അത്രേ ഉള്ളൂ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബ്ലൂ. എനിക്ക് ഇഷ്ടം കേട്ടോ ഇത്. ചേച്ചി അതൊന്നും വലിയ കാര്യമില്ല. ഞാൻ അവിടെ മേക്കപ്പ് ഇട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല. നല്ലതല്ലേ? ചേച്ചിക്ക് ഇഷ്ടമായില്ലേ? ഞാൻ ആ സാരി എടുത്തില്ല. എനിക്കത് ഭയങ്കര ഗ്രാൻഡായിട്ട് തോന്നി. അപ്പോൾ അത് ഞാൻ വേണ്ട വെച്ചു. എനിക്ക് ഈ സാരി അത്ര ഒന്നും ഇഷ്ടമായില്ല. ഫൈനലി ഞാൻ ഈ സാരിയാണ് സെലക്ട് ചെയ്തത്. ഐ എം ഹാപ്പി വിത്ത് മൈ സെലക്ഷൻ. ഇത് മിനിച്ചറാണ്. ഇതിൽ ബ്ലൗസ് പിങ്ക് ആണ് ബ്ലൗസ്. ഓക്കെ. ആ
ഇതാണ് അമ്മയുടെ സാരി. അമ്മയ്ക്കിത് നല്ല ഭംഗിയുണ്ടായിരുന്നു സാരി ഉടുക്കുമ്പോൾ. അമ്മയ്ക്ക് ബ്ലൂ സാരി എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത്ര സെറ്റായില്ല. ഞങ്ങൾ 3 ആളുടെ ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ നല്ല ലേറ്റായി. അപ്പോൾ അന്ന് നമ്മളുടെ ഷോപ്പിംഗ് വൈൻഡ് അപ്പ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ ആയിരുന്നു ബാക്കിയുള്ളത്. ഇന്ന് ഡേ 2 ആയിരുന്നു. ഇന്നത്തെ നമ്മളുടെ അജണ്ട റിങ് നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. അതല്ലാതെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. സോ നമുക്ക് കുറച്ച് റെഫറൻസ് പിക്കൊക്കെ ഉണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. സോ അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സീക്വൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാനായിരുന്നു ഇന്നത്തെ നമ്മുടെ പ്ലാൻ. വീതി കൂടുതൽ കണ്ടില്ലേ? അല്ല, ലേഡീസിന്റെ തന്നെ ഗേൾസിന്റെ തന്നെ നോക്കി നോക്ക് വീതി ഇതാ. വീതി ഉള്ളതുണ്ട്, ഞാനത് കാണിക്കുന്നില്ല. വീതി കുറവ് തന്നെയാണ് നോക്കുന്നത്. നിന്റെ കയ്യിലിരിക്കുന്നത് ഇഷ്ടമായോ? അതൊന്നും സ്റ്റോൺ ഇല്ല, വെറും പ്ലെയിൻ ആണ്. വിക്കിയുടെയും വിഹാൻ്റെയും ഡ്രസ്സ് എടുക്കാൻ പോയത് നമുക്ക് ഫുട്ടേജ് എടുക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് ഞാൻ നമ്മളുടെ എൻഗേജ്മെൻറ്റിൽ എന്തൊക്കെ നടന്ന അതിൻ്റെ ഗ്ലിംസ് ഞാൻ ഇടുന്നുണ്ട്. പ്ലീസ് ഡു വാച്ച് ആൻഡ് എൻജോയ്.